ഗുഡ് മോർണിംഗ്. ഇത്ര ഒച്ചപ്പാട്ടിൽ ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ. ഇപ്പം ഇവിടെ സമയം എന്തായി? ഞാൻ ഇവിടുത്തെ 4 മണിക്കാണ് എണീറ്റത്. ഇപ്പം ഇവിടെ സമയം 4:54. ഞാൻ കാണിച്ചു തരാം. 4:54 എവിടെ പോകുമെന്നല്ലേ. ഞാനാണെങ്കിൽ ഞാനും നമ്മളുടെ കസിൻസും ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഏതൊരു കുന്ന് കാണാൻ പോവുകയാണ്. വല്ലഫൻ കുന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഞാനാണെങ്കിൽ അവിടുന്ന് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. എനിക്കൊരു ഇടാൻ ഡ്രസ്സില്ല. കൊണ്ടുവന്ന ജാക്കറ്റ് ഇല്ല. ഇട്ടുകൊണ്ട് വന്ന ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് 2-3 പക്ഷെ അതൊന്നും ഇങ്ങനൊരു സ്ഥലത്തൊന്നും ഇടാൻ പറ്റിയതല്ല. അപ്പം എൻ്റെ ഒരു ജീൻസും ഒരു ബ്ലാക്ക് ടീഷർട്ടും ഉണ്ടായിരുന്നു, പിന്നെ ആ ജാക്കറ്റും ഉണ്ട്. അത് രണ്ടുമാണ് ഞാനിപ്പോൾ ഇട്ടിരുന്നത്. ഈ ഇട്ടുകൊണ്ടൊന്നും ജീൻസ് ഇത് ഞാൻ കഴുകിയായിരുന്നു കേട്ടോ വന്നിട്ട്. അത് ഈ ജാക്കറ്റും കഴുകിയിട്ടുക. അപ്പം ഇത് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഈ ജാക്കറ്റും ഇട്ട് ഞാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ വേറെ എവിടെയും പോകത്തില്ലല്ലോ. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സും കൊണ്ടുവന്നില്ല. എല്ലാം കൊണ്ടുവന്നത് എന്താ കുറച്ച് ഡ്രസ്സ് കൈൻഡ് ഓഫ് ഇങ്ങനെ ഉടുപ്പ് പോലത്തെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ജീൻസും ടോപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ പോകുന്നത്, കാരണം എനിക്കിപ്പോൾ വണ്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ച എവിടെയും പോകത്തില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഞാൻ ഇന്നലെ എൻ്റെ കസിനോട് സംസാരിച്ചിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാലോ എന്ന്. ഞങ്ങൾ എത്ര പേരുണ്ട്? 1 2 3 4 5, ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ ഒരു യാത്ര പോകുന്നതാണ്, ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 4 മണിക്കൊണ്ട് ഒന്നിനും വേണ്ടി എണീറ്റിട്ടില്ല. പണ്ട് നാട്ടിലായിരുന്നപ്പോഴും ദുബായിലായിരുന്നപ്പോഴും. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എണീക്കാൻ അവൻ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ ബാക്കി വഴിയിൽ കാണിക്കാം. ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ മഴ പെയ്യുന്നു. ഇവിടെ മഴ പെയ്യുന്നു. ഇത്രയും ദിവസം ഈ മഴയ്ക്ക് പെയ്യണ്ടായിരുന്നു, ഇന്ന് തന്നെ ഈ മഴ പെയ്യണം. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടം ഓടാം. അവർ വഴി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ 5:30 ആയപ്പോഴത്തേക്ക് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി ഫുള്ള് പോയി. കാരണം ഒടുക്കത്തെ മഴ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയും കുന്നോക്കിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, നമ്മൾ എങ്ങനെ ആ സ്ഥലത്ത് പോകും, മഴയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ. അത് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കി, കാരണം അതിരുന്ന് മുകളിലോട്ട് നോക്കി കുന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്നൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് കൊല്ലത്തുനിന്ന് നമ്മൾ കയറി അകത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് മഴയെല്ലാം പോയിട്ട് നല്ലൊരു ക്ലൈമറ്റായി, നല്ല പീസ്ഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രക്ഷയില്ലാത്ത. മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു നേച്ചർ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ. അങ്ങനെ ഒരു നല്ല രീതിയിൽ കിടക്കുമായിരുന്നു. അപ്പം ഇപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ കൊല്ലത്താണെന്ന് ആരോടെങ്കിലും പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു യൂഷ്വൽ ക്വസ്റ്റ്യൻ ആണ്, കൊല്ലത്ത് എന്തുണ്ട് കാണാൻ, അല്ലെങ്കിൽ കൊല്ലത്ത് എന്തുണ്ട് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ, അങ്ങനെ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ന് എപ്പോഴും എല്ലാവരും പറയും. ഇവൻ നമ്മുടെ ഇവിടെയുള്ള ദുബായിലൊക്കെ ഉള്ള ഫ്രണ്ട്സ് എപ്പോഴും പറയുന്ന കാര്യം. യെസ്, കറക്റ്റ് ആണ്. നമുക്ക് മലബാർ സൈഡിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും സ്നാക്സ് ഐറ്റംസോ മേ ബി അത്രയും പ്ലേസസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമുക്കുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് കൊല്ലത്തുണ്ട്. കാണാനാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും ഒക്കെ നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നുമില്ലാത്ത ആൾക്കാരൊന്നും അല്ലെന്നേ. അപ്പം നമ്മുടെ കൊല്ലത്തുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കൊല്ലത്തല്ല, എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും നല്ലൊരു സ്ഥലമാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഭയങ്കര ട്രക്ക് ചെയ്യാനോ ഹെവി ട്രക്കിങ്ങോ അങ്ങനെ ഒന്നും അല്ല, ചെറിയ നമുക്കൊക്കെ ചാടി പിടിച്ച് കയറാൻ പറ്റുന്ന മലയും കുന്നും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ ഓരോ കുന്ന് കയറി ചെല്ലുമ്പോൾ ഓരോ വ്യൂ. ഫസ്റ്റ് ഒരു ചെറിയ കുന്നുണ്ട്, അത് കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര സൂപ്പറാണ്, രക്ഷയില്ല. അത് കഴിഞ്ഞ് കുറച്ച് മുകളിലെത്തിയപ്പോഴത്തേക്ക് അതിനെക്കാട്ടി നല്ല വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുകളിലെത്തിയപ്പോഴത്തേക്ക് അതിലും നല്ല വ്യൂ ആയിരുന്നു. ഏറ്റവും ടോപ്പിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫുൾ സ്ഥലങ്ങൾ കാണാം, ഫുള്ള് പച്ചപ്പും നല്ല ഫോഗായിരുന്നു. ഫോഗ് കൊണ്ട് ഇടയ്ക്ക് നമുക്കൊന്നും കാണുന്നില്ലായിരുന്നു, ഫുൾ ഫോഗായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോഗ് എല്ലാം പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിലായി. അപ്പം എനിക്ക് കൊല്ലത്തുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ പോയി കണ്ടു, നല്ല സ്ഥലമാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പോയിട്ട് അവിടെ വേസ്റ്റ് ഒക്കെ ഇട്ട് വൃത്തികേടാക്കാതെ നല്ലപോലെ പോയിട്ട് തിരിച്ചു വരും. കാരണം ഞങ്ങൾ പോയിട്ടാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ കാറിനകത്ത് വെച്ചിരുന്ന വെള്ളവും കുപ്പിയെല്ലാം തിരിച്ചു വന്നിട്ടാണ് വെള്ളമൊക്കെ കുടിച്ചത്. അതിനോട് ചേർന്ന് തന്നെ വേറൊരു സ്ഥലമുണ്ട്, ഒരു വാട്ടർഫോളും ഒരു റിവർ സൈഡും കൂടെ ചേർന്നൊരു സ്ഥലമുണ്ട്. അത് എനിക്ക് ഈ മലയുടെ മുകളിൽ പോയതിനെക്കാട്ടി ഈ റിവർ സൈഡും വാട്ടർഫോളും ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ സിനിമയിലും മ്യൂസിക്കിലൊക്കെ കാണുന്ന കണക്കത്തൊരു അത്രയും നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോക്കകത്ത് എല്ലാ ക്ലിപ്പിംഗ്സും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ അത്രയും വീഡിയോ എടുക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തില്ല, ഞാൻ ഫുൾ എക്സ്പ്ലോറിങ് ആയിരുന്നു.
കാരണം ഇതൊക്കെ എൻ്റെ കസിൻസാണ്. നമ്മളൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. കാരണം ഞാനും ആ സമയത്ത് ചെറുത്, ഇവന്മാർ എന്നെക്കാട്ടിലും ചെറുത്. അപ്പം ഞാൻ ഇവന്മാരെയൊക്കെ പൊക്കിക്കൊണ്ട് നടന്നതായിരുന്നു. നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു, അടുത്തൊക്കെ ആയിട്ട്. ഇപ്പം കുറച്ച് ദൂരെയാണ്, ഇത്തിരി ദൂരെ. അപ്പം മുന്നേ നമ്മൾ രാവിലെ എണീക്കും, കാണും, രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ചൈൽഡ്ഹുഡ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോഴത്തേക്ക് എനിക്കത് വേറൊരു വൈബായിരുന്നു. കാരണം ഇവരും വളർന്നു, ഞാൻ അതിലും വളർന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. ഈ വാട്ടർഫോൾ നോക്കി ഇപ്പം എന്ത് ചൂടാണെന്ന് ഇവിടെ. എന്നിട്ട് അത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം പോകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, എനിക്ക് ആ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ആർക്കെങ്കിലും അങ്ങനെ ആ വെള്ളത്തിന്റെ സൗണ്ട് ഇഷ്ടമുള്ളവരുണ്ട്. അതിനുശേഷം നമ്മുടെ എഴുത്താണിയിലേക്ക് പോയി. കൊല്ലത്തുള്ളവർക്കറിയാം ഈ ഒരു വൈബ്, ആ പൊറോട്ടയുടെയും മട്ടന്റെയും വൈബ്. അതിനുശേഷം വീട്ടിൽ വന്നു, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. 4 മണിക്കൊക്കെ എണീറ്റില്ല. ജീവിതത്തിൽ ഇന്നേ വരെ 4 മണിക്കൊന്നും എണീറ്റിട്ടില്ല ഒന്നിനു വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ഈ പ്രാവശ്യമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നേരെ വന്ന് ഫ്രഷായി, മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട്, ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം വേറെ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നേരെ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു വന്നപ്പോൾ തന്നെ. അപ്പൊ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം അമ്മേനെ ഒരു സ്ഥലത്ത് പോകാൻ വിളിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും പോയിട്ട് ടയർഡായിട്ട് വന്നുകൊണ്ട് ഇനി ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ എന്താ കയറി കിടന്ന് ബെഡെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. ഐ എം സോ ഡാം ഇൻ ടയർഡ്. കാരണം 4 മണിക്കൊക്കെ എണീറ്റിട്ടുള്ളൊരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഒരുമിച്ച് ഒന്ന് പുറത്ത് പോവാം, കൊല്ലത്തേക്ക് പോകാമെന്ന്. ഇത് നമ്മുടെ സ്വന്തം ആർ പി മാൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറേ മെമ്മറീസാണ്. കാരണം സെൻറ്റ് ജോസഫിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ സ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ നേരെ കാണുന്ന ഒരു സ്ഥലമാണ് ആർ പി മാൾ നിൽക്കുന്ന സ്ഥലം. അപ്പം നമുക്ക് അത്രയും മെമ്മറീസ് ഉണ്ട്. മുന്നേക്ക് സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ജെറോമോ ആർ പി മാളൊക്കെ. അപ്പം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ആ ആർ പി മാളിലോട്ട് കയറുമ്പോൾ ഒരു മണമുണ്ട്. ആ പോപ്കോണിൻ്റെയൊക്കെ എനിക്ക് അവിടെ എത്തുമ്പോൾ എന്തോ വീണ്ടും വേറൊരു നൊസ്റ്റുമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആർ പി മോളിൽ പോയിട്ട് അവിടുത്തെ റിലയൻസ്, ഞാൻ എപ്പം വന്നാലും മിസ്സാക്കാതെ പോകുന്നൊരു സ്ഥലം. അവിടുത്തെ റിലയൻസ് പോയിട്ട് കുറേ ഡ്രസ്സ് ഇട്ട് നോക്കി. അതിന് 2-3 ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ആർ പി മാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും മഴയായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്ക് മഴയായിരുന്നു. അതും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാട്ടിൽ വന്ന ഉത്സവത്തിനാണ്. ഇന്നാണ് ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം. അപ്പോൾ ഇന്നാണ് ഉത്സവം തുടങ്ങുന്നത്. ഇന്ന് അങ്കി കൊണ്ടുപോകുന്ന ദിവസമാണ്. എന്താണ്ട് ഇപ്പം അങ്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്കി വരും. അപ്പോഴത്തേക്ക് ഇതാ ഇപ്പോൾ ഇവിടെ കണ്ടോ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞ് അമ്മ എന്തോ സാധനം എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കും. എന്നിട്ട് ഞാനങ്ങ് ഇപ്പം പോകും. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ടൊക്കെ വരും. ഞാനൊരു വഴിക്ക് പോയിട്ട് വന്ന വഴി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയതാ. അപ്പം അമ്മ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് ഞാൻ പിന്നെ വരുന്ന സമയമാകുമ്പോൾ, ഈ അങ്കി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കത്തോളൂ. കണ്ട് ഇവിടെ ഫുള്ള് ലൈറ്റും റോഡ് ഫുള്ള് ഒരു പ്രത്യേക ഫീലാണ്. ഈ ഒരു നാട് ഈ ഒരു 10 ദിവസം, 12 ദിവസം എന്തുകൊണ്ട് 12 ദിവസം കാണാൻ വേണ്ടിയിട്ട്. അതാണ് NSS കരയോഗം. ഇവിടുത്തെ NSS കരയോഗത്തിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ പറഞ്ഞ കണക്ക് അമ്മ അവിടെ വന്നു തിരിച്ച് ഞാൻ ദാണ്ടെ ഇങ്ങ് പോരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. ഞാനൊന്ന് ഫേഷ്യൽ ചെയ്യാൻ പോയി. നമ്മുടെ റീനാസ് മന്ത്ര എല്ലാവർക്കും എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം റീന മന്ത്ര. എനിക്ക് ചേച്ചിനെ ഭയങ്കര കാര്യമാണ്. പുള്ളിക്കാരി ഭയങ്കര നൈസാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഞാൻ അവിടെ പോയി ഇതാണ്ട് ഒരു സൺസ്ക്രീൻ തന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ സൺസ്ക്രീൻ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം എനിക്കൊരു സൺസ്ക്രീൻ തന്നു. അതൊക്കെ ഇടണം. ഇനി ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് വിശേഷം. ഡോറ അടച്ചേക്കാം. അമ്മ റോഡിൽ നിൽക്കുവാണ്. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. നാളെ ഇവിടുത്തെ പൊങ്കാലയാണ്. ഇവിടെ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര വലിയ ആഘോഷമാണ്. അയ്യോ, ഞാൻ ഈ അമ്മയുടെ AC ഓഫാക്കണേന്ന് പറഞ്ഞതാ, കേട്ടിട്ടില്ല. അയ്യോ, എൻ്റെ റൂം എല്ലാ ദിവസവും നൈസായിട്ടല്ലേ കിടക്കുന്നത്. ഇന്ന് പ്ലീസ് എക്സ്ക്യൂസ്. നന്നായിട്ടല്ല, ഞാൻ പോയപ്പോൾ പെട്ടെന്നെല്ലാം വാരി വലിച്ചിട്ട് കബോർഡൊക്കെ തുറന്നിട്ടിട്ടാണ് പോയത്. അപ്പം ഇന്ന് കുറച്ച് ഇന്നിപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് പോയി കുളിച്ച് സെറ്റായിട്ട് വേഗം ഞാൻ ഒന്ന് റോഡിലോട്ട് അങ്കി വരുമ്പോഴത്തേക്കൊന്ന് പുറത്തോട്ട് പോയി നിൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ ഇന്ന് രാവിലെ തുടരും ഫിലിം കാണാൻ പോയി. നല്ല ഫിലിമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയായിരുന്നു.
ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ എന്നല്ല, പക്ഷെ നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, മ്യൂസിക് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഉണ്ടായിരുന്നു. ഒന്നും കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു മൂവിയായിരുന്നു. നിങ്ങളൊക്കെ ഇപ്പോൾ കാണണം കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ റോഡിലേക്ക് പോയപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴയായിരുന്നു. ഇവിടെ ഞാൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ മഴയും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ ചൂടത്ത് വന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മഴയും കിട്ടിയല്ലോ. അതുകൊണ്ട് ഇവിടെ ഇപ്പം ക്ലൈമറ്റ് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ മഴയായിരിക്കും. അങ്ങനെ അങ്കി കൊണ്ടുപോയി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ലൈറ്റ് കയറിയിട്ട് വെച്ചിട്ട് ഇന്നാണെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. ഞാൻ പോയില്ല, കാരണം പക്ഷെ ഞാൻ റെഡി ആയിട്ട് നമ്മുടെ ഓട്ടോചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അമ്മാതിരി തിരക്കാണെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഞാൻ വിചാരിച്ച് പോയിട്ട് വെറുതെ പെട്ടു പോകണ്ടാലോ. അമ്മയൊക്കെ രാവിലെ തന്നെ പൊങ്കാലയ്ക്ക് പോയി. അമ്മ എത്ര 4 മണിക്കൊക്കെ എന്നെ കൊണ്ട് അലാറം വെപ്പിച്ചായിരുന്നു. അങ്ങനെ അമ്മയൊക്കെ 4 മണിയായപ്പോൾ തന്നെ എണീറ്റ് പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പം അമ്മയൊക്കെ വരും. ഞാൻ റെഡി ആയായിരുന്നു പോവാന്ന് വിചാരിച്ച്. പിന്നെ തിരക്കാണെങ്കിൽ വെറുതെ ഞാൻ അവിടെ പോയി പെട്ടുപോകും, കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ് ഉത്സവത്തിന്. ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ്. ഉച്ചയ്ക്ക് സദ്യ ആയിരുന്നു. ഇവിടെ ഉത്സവ ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ഡ്രസ്സാണ് ഇടാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ഈ ഡ്രസ്സ് അത് ഇട്ടപ്പോൾ എനിക്ക് സെറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ ദൂരി അവിടെ അങ്ങനെ വെച്ചിട്ട് ഒരു നോർമൽ ഡ്രസ്സ് എടുത്തിട്ട്, കാരണം കംഫർട്ടാണല്ലോ നമുക്ക് മെയിൻ. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ ഇതൊരു അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിതെടുത്തിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവത്തിൻ്റെ തേർഡ് ഡേ ആണ് ഇന്ന്. ഉത്സവം തുടങ്ങിയിട്ടുള്ള തേർഡ് ഡേ. ഫസ്റ്റ് ഡേ അങ്കി കൊണ്ടുപോയത്, സെക്കൻഡ് ഡേ പൊങ്കാല, തേർഡ് ഡേ ആണ് താലപ്പൊലിയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഉത്സവം. അപ്പം ഞാനത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഓഫ് ദ ഡേ. അങ്ങനെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എഗെയിൻ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് നല്ല ചൂടായിരുന്നു. ഞാൻ വിയർത്തുകൊണ്ടിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് മഴയായിരുന്നു. നല്ല നല്ല ഹെവി റെയിൻ ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തേക്ക് ഉള്ളായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ നിന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലത്തിൽ നിന്നുള്ള ഉത്സവം ഇങ്ങനെ വന്നിട്ട് നമുക്ക് അവിടെ നമ്മുടെ കസിന് അവിടെ പറയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് പറയിടുന്നത്. ഇവർ വഴിയിൽ വരുന്ന സമയത്ത് പറയിടും. അപ്പം അവിടെ പറയൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ പൂജിച്ചൊക്കെ കൊടുത്ത് എന്നിട്ട് പോകും. ഹലോ, വെൽക്കം. ഒരു വൃത്തികെട്ട വെൽക്കം ആയി പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട്ടിൽ ഉത്സവമാണ്. ഇന്ന് ഉത്സവത്തിൻ്റെ തേർഡ് ഡേ ആണ്, താലപ്പൊലിയാണ്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലെല്ലാം പോയി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് ഇനിയും ഉണ്ട് കുറേ പരിപാടി. ഇന്ന് ഫുള്ള് ഈ ഒരു പരിപാടി ഞാൻ എപ്പോഴും മുടി പിടിക്കുന്നുണ്ട്. മിക്ക വീഡിയോസിൽ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഹെയറിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനും അമ്മയും കൂടെ എൻ്റെ കസിൻസും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്സവത്തിൻ്റെ ടൈമല്ലേ, മെയിൻ റോഡിൽ കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സെയിം കോസ്റ്റ്യൂം തന്നെ. ഞാൻ ഡ്രസ്സ് മാറണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ മാറിയിട്ടില്ല. മഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നത്. ഇനിയിപ്പം മാറുന്നൊന്നുമില്ല, നാളെ വേറെ ഡ്രസ്സ് ഇടാം അമ്പലത്തിൽ പോകുമ്പോൾ. അങ്ങനെ അതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇനിയിപ്പം ആ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചു തരാം. അതിനുശേഷം രാത്രി നല്ല ഭംഗിയാണ്. ഇവിടെ റോഡും ആൾക്കാരും ഒക്കെ ആയിട്ട് ഫുള്ള് കുറേ ടൈം ലൈവായിരിക്കും. ഈ ഒരു സ്ഥലം മുഴുവൻ നോക്ക്, റോഡൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ചു കുറച്ചേരം ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞാനും അമ്മയും പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഞങ്ങളെല്ലാം പോയി കണ്ടു. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ്. ഇന്നത്തെ എൻ്റെ ദിവസത്തെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അമ്മയും കൊണ്ട് പാർലറിൽ പോയിട്ട് വരുമായിരുന്നു. പാർലറിൽ പോയിട്ട് അമ്മയ്ക്ക് ഹെയർ കളറൊക്കെ ചെയ്തു. കാരണം അമ്മയ്ക്ക് ഡൈ അടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നം, തലയ്ക്ക് എന്തൊക്കെയോ പ്രശ്നം, തലയ്ക്ക് മീൻസ് സ്കിന്നൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസ് ആവുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാർലറിൽ പോയി അമ്മയ്ക്ക് ഡൈ ഒക്കെ അടിച്ച് വന്നു. എന്താ വീട്ടിലോട്ട് കയറിയതുള്ളൂ. ഞാനിത് വന്നിട്ട് കുറേ പ്രാവശ്യം എൻ്റെ കസിൻസുമായിട്ടൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡ് കഴിച്ച്. ഒന്നും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചാലോ ഒന്ന് സ്വിഗ്ഗിന്ന്. ഇവിടെ ഇപ്പോൾ സ്വിഗ്ഗിയൊക്കെ കിട്ടും എൻ്റെ നാട്ടിൽ. കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ സ്വിഗ്ഗി കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ഹോം ടൂറ് ഇപ്പോൾ ഇവിടെ മുഴുവൻ ചുക്കടൊക്കെ ആക്കിയിട്ടേക്കുവാണ്. എല്ലാം ഞാൻ വൃത്തിനെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്ത് തരാം. ഡീറ്റെയിൽ ഹോം ടൂർ. അന്നൊരു ദിവസം ഞാൻ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തായിരുന്നു പ്രശ്നം, അത് ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എടുത്ത ഡീറ്റെയിൽ ഒരു ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഇനി ഒരു നല്ലൊരു വീഡിയോ ചെയ്തിരുന്നുണ്ട്.
ഈ ഡ്രസ്സ് ഞാൻ നാട്ടിൽ വന്നിട്ട് മേടിച്ചെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. ചുമ്മാ ഒരു കാഷ്വൽ ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ഡ്രസ്സ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. അപ്പോൾ ആ ഒരു ദിവസം അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ ഇത് അടുത്ത ഒരു ദിവസത്തെ ഈവനിങ് ആണ്. ഞാൻ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. ഞാൻ വന്നതിന് ശേഷം ഇതൊരു അമ്പലത്തിൽ പോയിട്ടില്ല. ഇങ്ങനെ പുറത്തുനിന്ന് ഉത്സവം കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്പലത്തിലേക്ക് പോയിട്ടില്ലായിരുന്നു. ഇന്ന് അമ്പലത്തിൽ ലക്ഷദ്വീപ് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഫുൾ ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ പോയി കണ്ട് അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്നു. അങ്ങനെ എഗെയിൻ ഇത് വേറൊരു ദിവസത്തെ രാവിലെയാണ്. ഇത് കുറേ വീഡിയോസ് ചേർന്നൊരു വീഡിയോ ആണ്. കുറേ ദിവസത്തെ കുറച്ച് വീഡിയോസ് ചേർന്നിട്ട് ഞാൻ പ്രോപ്പറായിട്ടൊന്നും ഫുള്ള് വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിൽ നടന്നില്ല. ഇത് എൻ്റെ കസിൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന്മാർക്ക് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അവർക്ക് ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുത്താലല്ലേ ഞാൻ ഇടുന്ന ശരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് അവർ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർക്ക് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി. ഞാൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. അങ്ങനെ രാവിലെ എണീറ്റിട്ട് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അമ്മയാണ് അസിസ്റ്റൻസ്. അവിടെ എനിക്കിപ്പോൾ ആരും അസിസ്റ്റൻസ് ഇല്ല. ഞാൻ തന്നെ കട്ട് ചെയ്യണം, ഞാൻ തന്നെ പാത്രം കഴിയണം, ഞാൻ തന്നെ കുക്ക് ചെയ്യണം. ഇവിടെ എല്ലാം അമ്മ ചെയ്തു, ഞാൻ കുക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ പിന്നെ കസിൻസൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം നമ്മൾ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ. ഞാൻ പ്രോപ്പറായിട്ടൊരു ഡെയിലി ഫുള്ള് വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്. എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. ഇപ്പം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. കുറച്ചെങ്കിലും എടുക്കാറുള്ളത്. ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു. ഇത് എൻ്റെ ചിക്കൻ ഫ്രൈ. എനിക്ക് ചിക്കൻ ഫ്രൈ വരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മാവ് നിൽപ്പുണ്ട്. നമ്മുടെ മാവല്ല, അപ്പുറത്തെ ചേട്ടൻ്റെ മാവാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് വന്നിട്ട് അതൊക്കെ ഉപ്പും കൂട്ടിയിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാങ്ങയായിരുന്നു ഇത്. ഈ മാവ് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ കൊച്ചായിരിക്കുമ്പോൾ പോലെയുള്ള മാവാണ്. അതിനുശേഷം എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു പാത്രത്തിന് അത് വരെ ഊറി കഴിക്കുന്ന മാങ്ങയില്ല, അതൊക്കെ കൊണ്ടു തന്നു. മാങ്ങ വേണോന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ. ഇതൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല, കുറച്ച് വീഡിയോസ് പല ഡേയ്സിലെയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.